വെൽക്കം ടു എസ്ആഫാബ്സ്. ഇന്ന് നമുക്ക് ക്രിസ്മസിനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന പള്ളിയിലൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് ഓഫ് വൈറ്റിലും വൈറ്റ് കളറിലേക്ക് വന്നിരിക്കുന്ന സൽവാർ സ്യൂട്ട്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. വാട്സപ്പിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഞാൻ ഇന്ന് വരുത്തിരിക്കുന്നത് ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. റണ്ണിങ് ഫാബ്രിക് ആണ് കേട്ടോ. ഇത് ടോപ്പ് ഫാബ്രിക് വന്നിട്ട് ക്രേപ്പ് സിൽക്കിലേക്ക് വന്നിട്ട് ദുപ്പട്ട വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡൈബിൾ ദുപ്പട്ടയാണ്. നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. 375 ആണ് ഈ ടോപ്പ് ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ്. ഞാൻ ചെറിയ ലേസ് ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ടയുടെ പ്രൈസ് പറഞ്ഞാൽ 1395 ആണ്. സോ ഇതിലായിരിക്കും നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ എൻക്വയറി ആയിട്ട് മെസ്സേജ് ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരെണ്ണമായിട്ട് കാണാം. ആൻഡ് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്ന് കാണാം. ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന നല്ലൊരു ബട്ടർ ക്രീം കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അതിലേക്ക് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്. അതിലേക്ക് എംബ്രോയിഡറിയുടെ വർക്ക് വരുവാണ്. ഇത് കണ്ടോ, കംപ്ലീറ്റ്ലി ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്. ഫ്രണ്ടിൽ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെയാണ് പോകുന്നത്. ആൻഡ് എൻഡിലായിട്ട് കണ്ടോ ഇതുപോലെ ഒരു ലേസിന്റെ വർക്കും അത് തിക്കായിട്ടുള്ളൊരു ദാമൻ ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. നല്ലൊരു പ്രീമിയം ഒരു ലുക്ക് കിട്ടുന്ന ഒരു സെറ്റാണ് കേട്ടോ. നമുക്ക് ഇനി ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ പള്ളിയിൽ ക്രിസ്മസിന്റെ അന്നൊക്കെ ചർച്ച് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന സെറ്റാണ്. ദുപ്പട്ട ഓൾസോ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലേക്ക്, ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള കോട്ടൺ അല്ല, നല്ലൊരു ടൈപ്പ് ഓഫ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് കംപ്ലീറ്റ്ലി എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 4 സൈഡിലും ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. ആൻഡ് ഇത് ഓഫ് വൈറ്റും അല്ല വൈറ്റും അല്ല. ഇത് കണ്ടോ, ആ ഒരു ലൈനിങ്ങും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാവും. ആൻഡ് ബോട്ടം വരുന്നത് ജാം കോട്ടൺ ഫാബ്രിക്കിലേക്ക് കണ്ടോ. ഇതാണ് ഷെയ്ഡ്. ആ ഒരു ഓഫ് വൈറ്റും അല്ല വൈറ്റും അല്ല, ഒരു ബട്ടറിന്റെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും ഫുൾ സെറ്റ്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1920. നെക്സ്റ്റ് അതിന്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ എംബ്രോയിഡറിയിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം പാറ്റേണും സെയിം ഫാബ്രിക്കും തന്നെയാണ്. ഇതിൽ ഇതാ ഇങ്ങനത്തെ ചെറിയ ബൂട്ടാസ് പോലത്തെ എംബ്രോയിഡറി വരും. എൻഡിലായിട്ട് ഇതാ ഇങ്ങനെ വരും എംബ്രോയിഡറി. എംബ്രോയിഡറിയിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നല്ലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ആൻഡ് ദുപ്പട്ട വരുന്നത് ഈ ഒരു പാറ്റേണിൽ വരും. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ. നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഇങ്ങനെ വരും ദുപ്പട്ട. ബോട്ടം സെയിം ജാം കോട്ടൺ ഫാബ്രിക്കിലേക്ക് സെയിം ഷെയ്ഡിൽ വരുന്ന ബോട്ടമാണ് എല്ലാത്തിൻ്റെയും. ഇങ്ങനെ വരും സെറ്റിന്റെ ലുക്ക്. പ്രൈസ് 1920. അടുത്ത വന്നേക്കുന്ന എൻ്റെ തേർഡ് പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. സെയിം തന്നെയാണ്. എൻ്റെ പ്രിന്റിൽ എംബ്രോയിഡറിയിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ഇങ്ങനെ വരും. ഇതാണ് എംബ്രോയിഡറി. ആൻഡ് അതിൻ്റെ ഹെമ്മിലായിട്ട് ഇങ്ങനെ കൊടുക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ്. ബാക്കും സ്ലീവ്സും പ്ലെയിൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. ദുപ്പട്ട ഇങ്ങനെ വരും. ഇതിലേക്ക് ഇങ്ങനെ ബൂട്ടീസ് പോലെയുള്ള എംബ്രോയിഡറി ആണ്. ചെറിയ ചെറിയ ബൂട്ടീസ് പോലെ ഇങ്ങനെ വരും. ബോട്ടം സെയിം, എല്ലാത്തിൻ്റെയും സെയിം തന്നെയാണ്. ജാം കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരും. ഇതാണ് സെറ്റിന്റെ ലുക്ക്. പ്രൈസ് 1920. അടുത്ത എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ലൊരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ്. ഹെമ്മിലായിട്ട് ഇങ്ങനെ വരും. എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഡിഫറൻസസ് ഉള്ളൂ കേട്ടോ. എംബ്രോയിഡറിക്കുള്ള ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ആ എംബ്രോയിഡറി കാണാൻ പാകത്തിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചോളാം. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും സെയിം ടോപ്പിൻ്റെ എംബ്രോയിഡറി തന്നെയാണ്. ബോർഡേഴ്സിലൊക്കെ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി ഉണ്ട്. നല്ല അടിപൊളി സെറ്റാണ്. നല്ല ക്രീം ആൻഡ് വൈറ്റ് കളറിലൊക്കെ മെറ്റീരിയൽസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇങ്ങനെ വരും ദുപ്പട്ടയുടെ എംബ്രോയിഡറി. ആൻഡ് ടോപ്പിൻ്റെ സെയിം തന്നെയാണ് ദുപ്പട്ടയിൽ ഓൾ ഔട്ട് പോകുന്നത്. ഇങ്ങനെ വരുന്നു സെറ്റ്. ജാം കോട്ടണിൽ വരുന്ന ബോട്ടം ഫാബ്രിക്കും ഉണ്ട്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1920. നെക്സ്റ്റ് എംബ്രോയിഡറി വർക്ക് വന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഹെമ്മിലായിട്ട് ഇങ്ങനെ വരുന്നു. സ്റ്റിച്ച് ചെയ്തിട്ട് ആ ലൈനിങ് കൂടെ വന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ പെർഫെക്ഷൻ വരാൻ പോകുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നമുക്ക് ഏത് ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും. ഈ വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റും അല്ല, ഒരു ബട്ടർ ക്രീമിന്റെ കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരും ദുപ്പട്ട. ദുപ്പട്ടയിൽ കംപ്ലീറ്റ്ലി ജാൽ പ്രിന്റ് പോലെ എംബ്രോയിഡറി, ജാൽ ഡിസൈൻ പോലെ എംബ്രോയിഡറി ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ആൻഡ് ജാം കോട്ടൺ സെയിം ഷെയ്ഡിലുള്ള ബോട്ടം ഫാബ്രിക്കും ഉണ്ട്. സെറ്റിന്റെ പ്രൈസ് 1920. അടുത്ത നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരുന്ന കുറച്ച് കളക്ഷൻസ് കാണാം.
ഇത് ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്. അതിലേക്ക് ചെക്സ് പാറ്റേൺ പോലെ ഒരു എംബ്രോയിഡറി വർക്ക് പോയിക്കോണം. നല്ലൊരു റെയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ആൻഡ് യോക്ക് പോർഷനിലൊരു നെറ്റ് ഫാബ്രിക് കൊണ്ടുവരുന്ന ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഹെമ്മിലായിട്ട് ഇങ്ങനെ ഒരു വർക്കുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ആൻഡ് നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് കിട്ടും. ബാക്കിൽ എംബ്രോയിഡറി ഇല്ല, ഒരു ചെക്സിന്റെ പാറ്റേൺ പോകുന്നുണ്ട്. ഇങ്ങനെ വരും. ലൈനിങ്ങോടെ ഇട്ട് കഴിയുമ്പോൾ നല്ല കണ്ടു. ഇപ്പം ഞാൻ വൈറ്റിന്റെ പുറത്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സെമി ലിനൻ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. നമ്മളിതിന്റെ ഷെയ്ഡ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ വരും ദുപ്പട്ട. മൾട്ടി കളർ പ്രിന്റ് കൊണ്ടുള്ള ഒരു സെമി ലിനൻ ദുപ്പട്ട എന്ന് ചെക്സ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. അതിന്റെ ബോട്ടം വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷാൻറ്റൂൺ ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ വരും. വിത്ത് ലൈനിങ് ആണ്. ബോട്ടം വിത്ത് ലൈനിങ് വന്നിരിക്കുന്നു. ഇതാണ് സെറ്റിന്റെ ലുക്ക്. പ്രൈസസ് 1320, 1320. നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ കണ്ടതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. സെയിം ബേസ് കളർ വൈറ്റ് തന്നെ വരും. എന്നിട്ട് എംബ്രോയിഡറിയുടെ ഒരു ഷെയ്ഡിനാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് ആദ്യം കണ്ടത് ബ്ലൂ ആയിരുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ആദ്യം കണ്ടത് പിങ്ക് ആയിരുന്നു. ഇത് ബ്ലൂ ആയിട്ട് വരും കേട്ടോ. കോമ്പിനേഷൻ കണ്ടോ. ഹെമ്മില് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. ആൻഡ് ഓർഗൻസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടോ, ഇത് കണ്ടോ, നല്ല ഷേപ്പിനിരിക്കുന്ന ഓർഗൻസയാണ്. പറന്നൊന്നും ഇരിക്കത്തില്ല. നല്ല സോഫ്റ്റ് ഓർഗൻസ ആണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള സെമി ലിനൻ ഫാബ്രിക്കിലേക്ക് 2.25 മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ബോട്ടം വിത്ത് ലൈനിങ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. ഒരു സോഫ്റ്റ് ഷാൻറ്റൂൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. സെറ്റിന്റെ ലുക്ക് 1320, 1320. നെക്സ്റ്റ് അതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് ഒരു പിങ്കും യെല്ലോയും കണ്ടു. പിന്നെ വന്നിരിക്കുന്നത് പിങ്കും പീച്ചും ആണ്. രണ്ടാമത് കണ്ടത് പിങ്കും ബ്ലൂ ആണ് കേട്ടോ. സോ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് ക്ലോസ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ എടുത്തോളാം കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. കളറിലെ കോമ്പിനേഷൻ, ആ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഷെയ്ഡിൽ വരുന്നത്. ഇതാ ഇങ്ങനെ വരും ഹെമ്മിലായിട്ട്. ആൻഡ് ഈ ഒരു റേറ്റിലൊക്കെ വരുന്ന സൽവാർ സ്യൂട്ട്സിന് നമുക്ക് 49 ഇഞ്ച് ഇറക്കമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതിന് 49 ഇഞ്ച് ഇറക്കം വരെ നമുക്ക് ലെങ്ത്തിൽ കിട്ടും കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ വരും ദുപ്പട്ട. ഇത് കണ്ടല്ലോ അല്ലെ, ഡിഫറൻസ് കണ്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ടത് യെല്ലോ പ്രിന്റ് ആയിരുന്നു, യെല്ലോ വിത്ത് പിങ്ക് ആയിരുന്നു. ഇത് പീച്ച് ആൻഡ് ഓറഞ്ച് കളറിലേക്ക് വരും. ഇങ്ങനെ വരുന്നു സെറ്റിന്റെ ലുക്ക് 1320. ആൻഡ് ബോട്ടം വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ കൂടെ കാണിച്ചില്ല എന്നുള്ളൂ. ഇങ്ങനെ വരും ലുക്ക്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. അപ്പൊ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.